إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم ويا قوم استغفروا ربكم ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപൂർണത എന്നത് അള്ളാഹുവിൻ്റെ മാത്രം വിശേഷണമാണ്. മനുഷ്യരുടെ പ്രകൃതിയാണ് അവൻ അപൂർണനാണ്, ന്യൂനതകളുണ്ട് എന്നതൊക്കെ. മലക്കുകളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. മലക്കുകൾ അവർ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ തൊട്ട് അനുസരണക്കേട് കാണിക്കുകയില്ല. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, അവർ കൽപ്പിക്കപ്പെട്ടത് അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കുന്നവരാണ് മലക്കുകൾ. അത് മലക്കുകളുടെ വിശേഷണമാണ്. തെറ്റുകൾ സംഭവിക്കാത്ത, പിഴവുകൾ സംഭവിക്കാത്ത, അള്ളാഹുവിനെ അനുസരണക്കേട് ജീവിതത്തിൽ പ്രവർത്തിക്കാത്ത ഒരു വിഭാഗം അത് മലക്കുകളാണ്. എന്നാൽ മനുഷ്യരുടെ പ്രകൃതിപരമായ സ്വഭാവം തന്നെ അവൻ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കും. അവൻ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കടന്ന് പ്രവർത്തിക്കും. അവൻ ചിലപ്പോഴെങ്കിലുമൊക്കെ അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ മറക്കും. അപ്പോൾ തെറ്റുകൾ സംഭവിക്കുക എന്നത്, ന്യൂനതകൾ ഉണ്ടാവുക എന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിദത്തമായ കാര്യമാണ്, സ്വാഭാവികമായ കാര്യമാണ്. മനുഷ്യന്റെ ആ സ്വാഭാവികതയെക്കുറിച്ചും മനുഷ്യന്റെ ആ പ്രകൃതിയെക്കുറിച്ചും അറിയുന്ന റബ്ബ് തന്നെ അത് നിങ്ങളിൽ നിന്ന് സംഭവിക്കും, അപ്പോൾ നമ്മൾ എന്താണ് എടുക്കേണ്ട നിലപാട് എന്നത് നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തിന്മകൾ സംഭവിക്കുക എന്നത് ഒരു വലിയ അപരാധമല്ല, മനുഷ്യരിൽ നിന്ന് സഹജമായി സംഭവിക്കും. പക്ഷെ അങ്ങനെ തിന്മകൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് ഖേദം പ്രകടിപ്പിച്ച് മടങ്ങുക എന്നതായിരിക്കണം മുഅ്മിനീങ്ങളുടെ സ്വഭാവം. അതാണ് പരിശുദ്ധ ഖുർആൻ മുൻകടന്നവരെ കുറിച്ച് പറയുമ്പോൾ, സന്മാർഗികളെ കുറിച്ച് പറയുമ്പോൾ, സൽസ്വഭാവികളെ കുറിച്ച് പറയുമ്പോൾ, സ്വർഗാവകാശികളെ കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിക്കുന്ന വാക്ക്. അവർ ധാരാളമായി പാപമോചനത്തെ ചോദിക്കും. അതുപോലെ തന്നെ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ അള്ളാഹു പാപമോചനം കൊടുക്കുന്ന സമയം അത് ഏറ്റവും നന്നായി നൽകുന്നത് അത്താഴത്തിന്റെ സമയമാണ്. ആ സമയങ്ങളിൽ അവർ റബ്ബിനോട് പാപമോചനത്തെ ചോദിക്കുന്നവരായിരിക്കും. ഇങ്ങനെ അൽ മുസ്തഗ്ഫിരീൻ എന്ന് ഉപയോഗിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളെ കുറിച്ച്, മുൻകടന്നവരെ കുറിച്ച്, സ്വർഗാവകാശികളെ കുറിച്ച് പറയുമ്പോൾ ഒട്ടനേകം സ്ഥലങ്ങളിലാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പരാമർശിച്ചിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറയുന്നതായി, ലൗ തുദ്നിബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾ ലൗ ലം തുദ്നിബു, നിങ്ങളെങ്ങാനും കുറ്റങ്ങൾ ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ,
ദമ്പ് പാപം നിങ്ങളിൽ നിന്ന് വരുന്നില്ലായിരുന്നുവെങ്കിൽ ലദഹബല്ലാഹു ബിക്കും, അള്ളാഹു നിങ്ങളെ ഇവിടുന്ന് പോക്കിക്കളയുകയും വലജാഅ ബിഖൗമിൻ, എന്നിട്ട് മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും യുദ്നിബൂൻ, അവർ സ്വാഭാവികമായി തന്നെ അനുസരണക്കേടുകൾ കാണിക്കും, തിന്മകൾ അവരിൽ നിന്ന് സംഭവിക്കും. സുമ്മ യസ്തഗ്ഫിറൂൻ, എന്നിട്ട് അവർ അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കും. ഫയഗ്ഫിർ ലഹും, എന്നിട്ട് റബ്ബ് പുറത്തു കൊടുക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങളുടെ സഹജമായ സ്വഭാവത്തിൽ നിങ്ങൾക്ക് ഖേദമുണ്ടാകേണ്ട, നിങ്ങൾക്ക് ആകെ നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരു വിചാരം ഉണ്ടാകേണ്ടതില്ല. തിന്മകൾ സംഭവിക്കുക, തെറ്റുകൾ സംഭവിക്കുക, ന്യൂനതകൾ സംഭവിക്കുക, അരുതായ്മകൾ വന്നു പോവുക എന്നത് മനുഷ്യന്റെ സഹജമായ കാര്യമാണ്. അള്ളാഹു അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇനി മനുഷ്യരായ നിങ്ങൾ എങ്ങാനും തിന്മ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇവിടുന്ന് പോക്കിക്കളയുകയും തിന്മ ചെയ്യുന്ന ഒരു സമൂഹത്തെ കൊണ്ടുവരികയും ചെയ്യും. അവർ തിന്മ ചെയ്യും, പക്ഷെ ആ തിന്മ ചെയ്യുന്നതിൽ അഭിരമിക്കുകയില്ല. അതാണ് മുഅ്മിനീങ്ങളുടെ വ്യത്യാസം. ഫാജിറുകൾ, തെമ്മാടികൾ അവർ ചെയ്യുന്ന തിന്മ ആസ്വദിച്ചുകൊണ്ടേയിരിക്കും, അവർ ആ തിന്മയിൽ അഭിരമിച്ചുകൊണ്ടേയിരിക്കും, ആ അവസരത്തിന് വേണ്ടി വീണ്ടും കൊതിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ മുഅ്മിനീങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് തിന്മകൾ സംഭവിക്കും, പക്ഷെ അതിൽ അഭിരമിക്കുകയില്ല, അതിൽ സന്തോഷിക്കുകയില്ല. അങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹു മറച്ചു വെച്ചത് പരസ്യമാക്കുന്ന ചില മുദ്നിബീങ്ങളുണ്ട്. അള്ളാഹു രാത്രിയിൽ വന്നുപോയ ഒരു തിന്മ അത് അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷെ റബ്ബ് അവന് പുറത്തു കൊടുത്തേക്കാം, പക്ഷേ നേരം വെളുക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? ആളുകളോട് അത് പരസ്യമാക്കി കളയും. നോക്കൂ, എത്ര ലജ്ജയില്ലായ്മയാണ് അങ്ങനെ ഒരു പ്രവൃത്തി നിർവഹിക്കുമ്പോൾ അവൻ അനുഭവിക്കുക. അവൻ ആസ്വദിക്കുകയാണ്, അവൻ തിന്മ ആസ്വദിക്കുകയാണ്. ആ തിന്മ പരസ്യപ്പെടുത്തുന്നതിൽ ഒരു നിലക്കുമുള്ള ലജ്ജയും അവൻ കാണാതിരിക്കുകയാണ്. അത് കൊടിയ തിന്മയാണ്. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളമോ, അവൻ തിന്മ സംഭവിക്കും. ആ തിന്മ സംഭവിക്കുമ്പോൾ തന്നെ പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ നമുക്ക് നൽകിയ നിർദ്ദേശമുണ്ട്. അതെന്താണ്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അതിൽ കടന്ന് പ്രവർത്തിച്ചു പോയ എൻ്റെ അടിമകളോട് പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ഒരു നിരാശയും ഉണ്ടാകേണ്ട കാര്യമില്ല. ഏത് വിഷയത്തിൽ? അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് നിരാശ ഒട്ടുമേ വേണ്ട, ഒരു നിരാശയും നിങ്ങൾക്ക് വേണ്ട. റബ്ബിന്റെ കാരുണ്യം വിശാലമാണ്. നിങ്ങൾ എത്ര തിന്മ ചെയ്താലും, നിങ്ങൾ എത്ര അതിര് കടന്ന് പ്രവർത്തിച്ചാലും, നിങ്ങൾ എത്ര അരുതായ്മകൾ ചെയ്താലും അത് പുറത്തു തരാൻ നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ പുറത്തു തരാൻ റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം വിശാലമാണ്. നിങ്ങൾ ചോദിച്ചു കൊള്ളുക എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന ഫീക്കും അമാനാൻ, നമുക്ക് രണ്ട് നിർഭയത്വങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് സെക്യൂരിറ്റിയായി, ഗ്യാരണ്ടിയായി ആകാശ ലോകത്ത് നിന്ന് നിശ്ചയിച്ചു തന്ന രണ്ട് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. മലത് ഇഹ്ദാഹുമാ വബഖിയത്തിൽ ഉഖ്റാ, രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ആ രണ്ടെണ്ണം അള്ളാഹുവിന്റെ ശിക്ഷകൾ നമ്മളിൽ ഒന്ന് പതിക്കാതിരിക്കാൻ അള്ളാഹു ഗ്യാരണ്ടിയായി നമുക്ക് നിശ്ചയിച്ച രണ്ട് കാര്യങ്ങളാണ്. മലത് ഇഹ്ദാഹുമാ, അതിലൊന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്, അതിപ്പോ നിലനിൽക്കുന്നില്ല. മറ്റൊന്ന് അള്ളാഹു നിങ്ങൾക്ക് ബാക്കിയാക്കി തന്നിട്ടുമുണ്ട്. എന്നിട്ട് സൂറത്തുൽ അൻഫാലിലെ ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു. വമാ കാനല്ലാഹു ലിയുഅദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദിബഹും വഹും യസ്തഗ്ഫിറൂൻ. രണ്ട് കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കെ അവർ അള്ളാഹുവിന്റെ ശിക്ഷ പിടികൂടുകയില്ല. ഒന്നാമത്തെ കാര്യം എന്താണ്? വമാ കാനല്ലാഹു ലിയുഅദിബഹും വഅൻത ഫീഹിം, പ്രവാചകരെ താങ്കളുള്ള ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു കളയുകയില്ല. അതാണ് ഒരു ഗ്യാരണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനോടെയുള്ള ഒരു കാലഘട്ടം, പ്രവാചകൻ ഹയാത്തിലുള്ള ഒരു സമൂഹം, അവർക്കതൊരു ഗ്യാരണ്ടിയാണ്. അള്ളാഹു ആ സമൂഹത്തെ ശിക്ഷിച്ച് നശിപ്പിച്ച് കളയുകയില്ല എന്നത് അള്ളാഹു കൊടുത്തൊരു ഗ്യാരണ്ടിയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, ഇപ്പോ ആ ഗ്യാരണ്ടി ഇല്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള ഒരു സമൂഹത്തിന് കിട്ടുന്നതിന്റെ പരിരക്ഷ കിട്ടുന്ന മറ്റൊന്നാണ് എന്ത്? വമാ കാനല്ലാഹു മുഅദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ആളുകൾ ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന കാലഘട്ടമാണെങ്കിൽ, സമൂഹത്തിൽ ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ, അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കുന്ന അവന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകൾ ചിലതെങ്കിലും ഒരു സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്കും അള്ളാഹു ശിക്ഷയിൽ നിന്ന് ഒരു രക്ഷയെ കൊടുക്കുമെന്നാണ്, ഗ്യാരണ്ടി കൊടുക്കുമെന്നാണ്. അത് ഇപ്പോൾ നമുക്ക് ബാക്കിയാക്കി നിൽക്കുന്ന ഒന്നിനെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. പാപമോചനം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, തിന്മ സംഭവിക്കുമോ ആ തിന്മയെ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ളൊരു പാകപ്പിഴവ്, അതിന്മേൽ ശിക്ഷിക്കാതെ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന അള്ളാഹുവിനോടുള്ള അപേക്ഷയാണ്. പക്ഷേ അത് സ്വീകരിക്കുമ്പോൾ സംഭവിക്കുക എന്താണ്? ആ പാപങ്ങൾ പൊറുക്കപ്പെടുക മാത്രമല്ല, അള്ളാഹുവിന്റെ കാരുണ്യം പ്രവിശാലമാണ്. അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിലൂടെ ആ നമ്മൾ ചെയ്തൊരു പാപം അത് പുറത്തു തരാൻ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അത് നൽകുന്നതോടൊപ്പം നമുക്ക് നൽകുന്ന വളർച്ചയും അതുപോലെ തന്നെ ഗുണങ്ങളെയും കുറിച്ച് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ് ആമുഖമായ ആയത്തിൽ ഞാൻ ഓതി വെച്ചത്. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും. അദ്ദേഹത്തിന്റെ സമൂഹത്തോട്, ആദ്യ സമൂഹത്തോട് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ ഖൗം, എന്റെ സമൂഹമേ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും വതൂബൂ ഇലൈഹി, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കുക, അവനിലേക്ക് ഖേദിച്ച് നിങ്ങൾ മടങ്ങുക. എന്താണ് സംഭവിക്കുക? യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ,
അവൻ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ ഇറക്കിത്തരും. വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങൾക്ക് ഇപ്പോഴുള്ള ശക്തിയേക്കാൾ അള്ളാഹു നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിച്ചു നൽകും. ഏതാ ആദ് സമൂഹം? അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ് സമൂഹത്തെ പോലെ മറ്റൊരു വിഭാഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല കരുത്തരായി എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അത്ര കരുത്തരായി സൃഷ്ടിക്കപ്പെട്ട, ആകാരശേഷി ഉണ്ടായിരുന്ന, കായിക ബലം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തോട് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, ഇപ്പോൾ നിങ്ങൾക്കുള്ള ശക്തിയേക്കാൾ ശക്തി റബ്ബ് നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്ക് സമ്പത്ത് നൽകും, നിങ്ങൾക്ക് മക്കളെ നൽകും, നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു നൽകും, നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് അവൻ നിങ്ങൾക്ക് കായ്ക്കനികൾ വിളപ്പിച്ചു നൽകും. എന്താ ചെയ്യേണ്ടത്? ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്നാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹം സമൂഹത്തോട് നടത്തിയ ഉപദേശത്തിലും ഇത് തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ ഇറക്കി തരും. അതുപോലെ തന്നെ സന്താനത്തെ നിങ്ങൾക്ക് അള്ളാഹു അതിന്റെ ഭാഗമായി നൽകും. ഭൂമിയിൽ നിന്ന് അള്ളാഹു സസ്യങ്ങൾ മുളപ്പിച്ച് നൽകും എന്നാണ്. അപ്പൊ നോക്കൂ, റഹ്മാനായ റബ്ബ് ഞാനും നിങ്ങളും ചെയ്തു പോയ പാപത്തിൽ നിന്ന് മോചനത്തെ റബ്ബിനോട് ചോദിക്കുമ്പോൾ ആ പാപമോചനം പുറത്തു തരും. ഒപ്പോൾ തന്നെ ഈ ദുനിയവിയായ ശക്തിയും കരുത്തും അതുപോലെ തന്നെ ആരോഗ്യവും സമ്പത്തും ഒക്കെ അള്ളാഹു നൽകുകയും ഒരു സമൂഹത്തിന് ഇസ്തിഗ്ഫാറിന്റെ കൂടെയാണ് എന്നാണ്. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള നന്മകളും തുറവികളും ഇസ്തിഗ്ഫാറിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു നൽകും. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ചരിത്രമുണ്ട്. അദ്ദേഹം ഒരിക്കലൊരു യാത്രയിൽ ഒരു സ്ഥലത്തെത്തി. അവിടെ പള്ളിയിൽ കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പൊ ഏകദേശം പ്രായമായിട്ടുള്ള എല്ലാവരോടും ഭയങ്കര വിനയമായി മാത്രം സംസാരിക്കുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തെ ഇന്നത്തെ പോലെ ഒരു പണ്ഡിതൻ ലോകത്ത് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന രൂപത്തിൽ വിഷ്വൽസും മറ്റൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അപ്പൊ ഒരു വസ്ത്രത്തിന്റെ കെട്ടുമായി, ഒരു ഭാണ്ഡക്കെട്ടുമായി പള്ളിയുടെ മുറ്റത്ത് വന്നു നിൽക്കുന്നത് ലോകമറിയുന്ന ഇമാമുസ്സുന്ന എന്നറിയപ്പെടുന്ന അഹ്മദ് ബിൻ ഹംബലാണ് എന്നറിയാത്ത പള്ളിയുടെ നടത്തിപ്പുകാരൻ അദ്ദേഹം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയോട് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് പോയി കിടക്കാൻ മറ്റൊരു സ്ഥലമല്ല. അപ്പൊ പള്ളിയുടെ ചാരുവിൽ പുറത്ത് അദ്ദേഹം തൽക്കാലം അവിടെ കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട പള്ളിയുടെ കാര്യക്കാരൻ വന്നിട്ട് അവിടുന്ന് അദ്ദേഹത്തെ പുറത്താക്കി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു ഹുബ്സ് കച്ചവടക്കാരനെ അദ്ദേഹം കാണുന്നത്. ഒരു റൊട്ടി ഉണ്ടാക്കുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യനെയും അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹം റൊട്ടി ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ കണ്ടു. അവിടേക്ക് അഭയം ചോദിച്ചു ചെന്നു. അല്ല, ഇദ്ദേഹം ഈ ഹുബ്സ് ഉണ്ടാക്കുന്ന റൊട്ടിയുടെ കച്ചവടക്കാരൻ ഈ മനുഷ്യനെയും കൊണ്ട് അദ്ദേഹത്തിന് വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ഉറങ്ങാനും കിടക്കാനും വിശ്രമിക്കാനൊക്കെ ഉള്ള ചെറിയ സൗകര്യം ചെയ്തു കൊടുത്തു. എന്നിട്ട് നാളെ രാവിലെ നേരം വെളുത്താൽ വിൽക്കേണ്ട റൊട്ടി ഉണ്ടാക്കുന്ന തിരക്കിലേക്ക് അദ്ദേഹം പോയി. ഈ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാത്രിയിൽ മുഴുവൻ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന ഇസ്തിഗ്ഫാറിന്റെ വാചകങ്ങൾ, ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനകൾ, തേട്ടങ്ങൾ ഈ മനുഷ്യൻ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ നേരം വെളുത്തപ്പോ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ധാരാളമായി ഇസ്തിഗ്ഫാർ ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുന്ന പ്രയോജനം? ഈ കട ഇപ്പോഴും വിപുലീകരിച്ചിട്ടില്ല, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മതിയായ രൂപത്തിൽ റിസ്ക് കിട്ടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്നാൽ നിങ്ങൾ റിസ്ക് ധാരാളം വർദ്ധിപ്പിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാണ്, ഞാൻ അള്ളാഹുവിനോട് നിത്യവും ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന വ്യക്തിയാണ്. അതിന് ഗുണം എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുമുണ്ട്. ഞാൻ ചോദിച്ച അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനകളൊക്കെയും റബ്ബ് എനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാർത്ഥനയ്ക്ക് മാത്രം എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പൊ അദ്ദേഹം വളരെ കൗതുകത്തോടുകൂടി ചോദിച്ചു, ഏതാണ് ആ പ്രാർത്ഥന? ലോകമറിയപ്പെടുന്ന പണ്ഡിതനുണ്ട് അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തെ നേരിട്ടൊന്ന് കാണണമെന്ന എൻ്റെ ആഗ്രഹം ഞാൻ റബ്ബിനോട് കുറേയായി ചോദിക്കുന്നുണ്ട്, അതിനിതുവരെ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല എന്നീ കച്ചവടക്കാരൻ മറുപടി പറഞ്ഞു എന്നാണ്. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്, ഈ പള്ളിയിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ അഭയം തേടി അവിടെ കിടന്നുറങ്ങാൻ ആലോചിച്ച് എന്നെ അവിടെ നിന്ന് പുറത്താക്കിയത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം നൽകാനല്ലാതെ ആ പള്ളിയിൽ നിന്ന് ഈ രാത്രിയിൽ എന്നെ പുറത്താക്കിയിട്ടില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ്. ഇങ്ങനെ ചരിത്രത്തിൽ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ വാഗ്ദാനം ചെയ്ത സഹായങ്ങൾ കിട്ടുന്ന സംഭവങ്ങൾ ഒരുപാട് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, അതിനിപ്പോ അള്ളാഹുവിനോട് തിന്മയെക്കുറിച്ച് പറയാനും പാപമോചനം ചോദിക്കാനും മാത്രം ഞാൻ എന്ത് ചെയ്തു എന്നാണ് പൊതുവെ ഞാനും നിങ്ങളൊക്കെ ഒരു മനസ്സിൽ നമ്മുടെ ഒരു ധാരണ ഉണ്ടാക്കുക. നോക്കൂ, ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ നമ്മുടെ ഒരു സാധാരണ ദിവസം എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ എത്ര തവണ അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിച്ചിട്ടുണ്ടാകും? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് രൂപത്തിലുള്ള റിവായത്തുകൾ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകൻ ഒരു ഇരിപ്പിടത്തിൽ ഒരു സദസ്സിൽ ഇരുന്നാൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് 70 തവണ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുമായിരുന്നു. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജീവിതത്തിലെ ഒരു ദിവസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 70-100 വരെയുള്ള ഇസ്തിഗ്ഫാറുകൾ ചോദിക്കുമായിരുന്നു. എന്താണ് ചെയ്ത തെറ്റ്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ തിന്മകൾ സംഭവിക്കുന്നു എന്നത് മാത്രമല്ല,
പാപമോചനം ചോദിക്കാനുള്ള ഒരു മാനദണ്ഡം. നിസ്കാരത്തിന് ശേഷം എന്ത് ചൊല്ലാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? 3 തവണ അസ്തഗ്ഫിറുല്ലാ എന്ന് പാപമോചനത്തെ ചോദിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഹജ്ജ് എന്ന് പറയുന്നത് എത്ര കഷ്ടപ്പെട്ടാണ് ഒരു വിശ്വാസി അവിടേക്ക് എത്തുക, കർമ്മങ്ങൾ പൂർത്തിയാക്കുക, ആരോഗ്യം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ദീർഘകാലത്ത് അവന്റെ പ്രാർത്ഥന കൊണ്ടൊക്കെ സഫലമാകുമ്പോഴാണ് ഒരു മുഅ്മിൻ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനെത്തുക. ഇനി ആ ഹജ്ജ് കർമ്മമൊക്കെ പൂർത്തിയാക്കി ആയുസ്സിലെ വലിയ സമ്പത്ത് മുടക്കി ആരോഗ്യപരമായി വലിയ കായികാധ്വാനം എടുത്ത് ആ ഹജ്ജ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു വലിയ കർമ്മം പൂർത്തിയാക്കിയല്ലോ. ഇനി എന്താ തേടേണ്ടത്? അള്ളാഹുവിനെ സ്മരിച്ച് ഇസ്തിഗ്ഫാർ ചോദിക്കാനാണ് പരിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നത്. അപ്പം വലിയ നന്മകളുടെ അനന്തരമായും എന്താണ് വിശ്വാസി ചെയ്യേണ്ടത്? അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കാനാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ സ്വാഭാവികമായും ഇരുളിലും വെളിച്ചത്തും അറിഞ്ഞും അറിയാതെയും മനസ്സുകൊണ്ടൊക്കെ തിന്മ കണക്കുകൂട്ടുകയും ആഗ്രഹിക്കുകയും ചെയ്ത് നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അത് കൈകളയാൻ ചോദിക്കാതിരിക്കുന്നത് എത്ര ധിക്കാരപരമായ സമീപനമായിരിക്കും. അതാണ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് പറയുമ്പോൾ, അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്, വല തതവല്ലു മുജ്രിമീൻ, നിങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ അത് അള്ളാഹുവിനോട് മോചനത്തെ ചോദിക്കാതെ നിങ്ങൾ തെമ്മാടികളായി അല്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരായി, മുജ്രിമീങ്ങളായി, തിന്മ വേറുന്നവരായി നിങ്ങൾ തിരിഞ്ഞു പോകരുതേ എന്ന നിർദ്ദേശം നമുക്ക് നൽകുന്നത്. അപ്പൊ ഇസ്തിഗ്ഫാർ നേടാൻ ഏറ്റവും നല്ല വാചകം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാ എന്ന് ചോദിക്കൽ തന്നെയാണ് ഏറ്റവും മനോഹരമായ പ്രയോഗം. അതോടൊപ്പം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ എന്ന ആയത്ത് കൂടെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ നോക്കൂ, എന്താണ് വലിയ നന്മ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ തുറവി ചെയ്യപ്പെടുകയാണ്. മക്ക ഫതഹായി, പ്രവാചകനിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം, പ്രവാചകത്വ നുബുവത്ത് അതിനെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. എന്താണ് അള്ളാഹുവിന്റെ കൽപ്പന? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക, വസബ്ബിഹ് ബിഹംദി റബ്ബിക്, അള്ളാഹുവിനെ പിന്നെ തസ്ബീഹുകൾ അർപ്പിക്കുക, അവനെ പരിശുദ്ധപ്പെടുക, അവനെ ഹംദുകൾ അർപ്പിക്കുക, അള്ളാഹുവിന് എന്നിട്ട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. അപ്പൊ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അല്ലാഹുമ്മ ഗ്ഫിർലി എന്നത് ആ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ പ്രയോഗമാണ് എന്നാണ്. സഹോദരങ്ങളെ, സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചല്ലോ. ഇസ്തിഗ്ഫാറിന്റെ പാപമോചന ചേട്ടത്തിന്റെ സയ്യിദാണ്, നേതാവാണ് എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിൽ അങ്ങനെ തന്നെ പഠിപ്പിച്ച പ്രയോഗിച്ച പ്രാർത്ഥനയുണ്ട്. അത് പഠിക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാകാൻ പാടില്ല. എന്താണ് മഹത്വം? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, നേരം വെളുത്തു ഒരാൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോട് പിന്നെ ചോദിക്കുന്നു, എന്നിട്ട് വൈകുന്നേരം ആകുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്. വൈകുന്നേര സമയം, പ്രദോഷത്തിന്റെ സമയം, ആരെങ്കിലും ആ സമയത്ത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോട് ചോദിക്കുന്നു, എന്നിട്ട് പിറ്റേന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് അവൻ അജലെത്തി അവൻ മരണപ്പെട്ടു പോയാൽ അവൻ സ്വർഗത്തിലാണ്. പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാനുള്ള കാരണമാണ് എന്ന് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് സയ്യിദ് ഇസ്തിഗ്ഫാറിന്റെ പാപമോചന തേട്ടത്തിന്റെ നേതാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി നമുക്ക് പഠിപ്പിച്ചു തന്നത്. സഹോദരങ്ങളെ, അത് പഠിക്കാനും മനപ്പാടാക്കാനും നമുക്ക് എത്ര സമയം വേണ്ടി വരും? അല്ല, ഇത് മനപ്പാടമാക്കിയിട്ടില്ലെങ്കിലും അത് അച്ചടിച്ചോ നമ്മുടെ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ അത് കിട്ടി, അതൊന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, അതിന്റെ അർത്ഥം അറിഞ്ഞ് അള്ളാഹുവിനോട് ആ തേട്ടങ്ങൾ ചോദിക്കാൻ ഒരു ദിവസത്തെ എത്ര സമയം നമുക്ക് വേണ്ടി വരും? അത് ചെലവഴിക്കാൻ തയ്യാറുണ്ടോ? ജീവിതത്തിൽ ഒരു പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റും. എപ്പോഴാണ് ഇസ്തിഗ്ഫാർ ചോദിക്കേണ്ടത്? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാരണം നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ പിന്നെ ഇടവേളകളിൽ, ഇങ്ങനെ എല്ലാ സമയങ്ങളിലും നിങ്ങൾ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ, ആരുടെ കർമ്മങ്ങളുടെ ഏടിലാണോ ധാരാളം ഇസ്തിഗ്ഫാറുകൾ കാണുന്നത് അവർക്ക് മംഗളം. അപ്പൊ ഒരു ജീവിതത്തിൽ 24 മണിക്കൂറിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന, ഒരു മെനക്കേടുമില്ലാതെ ചെയ്യാൻ കഴിയുന്ന, ആരോടും എന്തിനെങ്കിലും ഒന്ന് ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ലഘുവായ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫതൂബ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ, കർമ്മങ്ങളുടെ ഏടുകൾ കയ്യിലേക്ക് വെച്ച് നീട്ടിത്തരുമ്പോൾ അതിൽ ധാരാളം ഇസ്തിഗ്ഫാറിന്റെ വാചകങ്ങൾ കണ്ടുമുട്ടാൻ കഴിയുന്നവർക്ക് മംഗളം. പ്രത്യേകിച്ച് ചെലവോ പ്രത്യേകിച്ച് അധ്വാനമോ ഇല്ലാതെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ലഘുവായ കർമ്മം. സഹോദരങ്ങളെ, അത് നമുക്ക് നേടിത്തരിക നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കുന്നതോടൊപ്പം ഒരു ഭയവും കാലാകാലങ്ങളിൽ ഒരു ഭയം ഉണ്ടാക്കുന്നതും, ഒപ്പം തന്നെ ജീവിതത്തിൽ വന്നുപോയ തിന്മകൾ അത് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ തന്നെ ഒരു സമാധാനമുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റും. ഏത് സമയത്തും മരണപ്പെടേണ്ടി വന്നാലും ആ മരണപ്പെടുന്ന സമയത്ത് ഒരു ശുദ്ധിയോടുകൂടെ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അത് നമ്മൾ എത്തിക്കും. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും
ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. സയ്യിദുൽ ഇസ്തിഗ്ഫാർ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ച പ്രാർത്ഥനയെ അത് മനഃപ്പാഠമാക്കാൻ തന്നെ പരിശ്രമിക്കുക. ജീവിതത്തിൽ ഉപേക്ഷ വരുത്താതെ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കുക. റഹ്മാനായ റബ്ബ് മുഴുവൻ പാപങ്ങളും കഴുകി വൃത്തിയാക്കപ്പെട്ട് മുഴുവൻ പാപങ്ങളും പരിഹരിക്കപ്പെട്ട് ആ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. യാ അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിൽ സംഭവിക്കുന്ന പാകപ്പിഴവുകൾ, ന്യൂനതകൾ, അതിൽ നമ്മൾ ഒരിക്കലും നിരാശരാകേണ്ടതില്ല. തിന്മകൾ സംഭവിക്കുക എന്നത് ഒരു മനുഷ്യനെ അള്ളാഹു ഒഴിവാക്കുന്നു എന്നതിൻ്റെ കാരണവുമല്ല. മറിച്ച് തിന്മകൾ ആസ്വദിക്കുന്ന ഒരു മനോഗതി ഇല്ലാതിരിക്കുക, വീണ്ടും വീണ്ടും തിന്മയിലേക്ക് എത്തിയാൽ ആ അവസരത്തെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ത്വര ഇല്ലാതിരിക്കുക. ഇങ്ങനത്തെ ഒരു മനോഗതി ഉണ്ടെങ്കിൽ പിന്നെ സംഭവിക്കുന്ന തിന്മകൾ അത് പുറത്തു തരാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള കാര്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നിസ്കാരം മറ്റൊരു നിസ്കാരത്തിന് വരെയുള്ള ഭാഗം അത് പാപങ്ങൾ പൊറുക്കപ്പെടാൻ പര്യാപ്തമായതാണ്. ഒരു ഉംറ അടുത്ത ഉംറ വരെയുള്ള സമയം പാപങ്ങൾ പൊറുക്കപ്പെടാൻ പര്യാപ്തമായതാണ്. ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെയുള്ള സമയം പാപങ്ങൾ പൊറുക്കപ്പെടാൻ പര്യാപ്തമായതാണ്. ഇങ്ങനെ പിന്നെ വുളു എടുക്കുന്നത് മുതൽ ചെറിയ കർമ്മങ്ങൾ തുടങ്ങി വുളു എടുത്ത് വീട്ടിൽ നിന്ന് നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ വെക്കുന്ന ഓരോ കാലടിക്കും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാപങ്ങളോടുള്ള നമ്മുടെ സമീപനം, തിന്മകളോടുള്ള നമ്മുടെ സമീപനം അതൊരിക്കലും എന്താകാൻ പാടില്ല, പിന്നെ മൈൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ നിസാരവൽക്കരണമാകാൻ പാടില്ല. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. നന്മയിൽ നിന്ന് നിങ്ങൾ ഒന്നും നിസാരമാക്കരുത്. കാരണം ആ നന്മ നമ്മുടെ തിന്മകളെ പരിഹരിച്ച് കളയുന്നതായിരിക്കും. എന്നതുപോലെ തന്നെ തിന്മയെ നിസാരമാക്കുന്നതിനെ കുറിച്ചും സ്വഹാബികൾ നമ്മളോട് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വലിയ തിന്മയായി കണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ വളരെ നിസാരമായി കാണുന്നത്. തിന്മയെ എങ്ങനെയാണ് സ്വഹാബികൾ കണ്ടിരുന്നത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ എന്ന് പഠിപ്പിക്കുന്നതും ഒരു പർവ്വതം തൻ്റെ മേലേക്ക് വീഴാൻ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജാഗ്രത വിശ്വാസികൾ കാണിക്കുമായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, നിത്യേന കാണുന്ന കാഴ്ചകളിൽ, നിത്യേന ഇടപെടുന്ന ജീവിതത്തിന്റെ മേഖലകളിൽ ഈ ഒരു സൂക്ഷ്മത നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റണം. അങ്ങനെ കാത്തു സൂക്ഷിക്കുകയും എന്നിട്ട് വന്നു പോകുന്ന പാകപ്പിഴവുകൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഗുണമാണ് എന്നതാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ കുറിച്ച് വാഴ്ത്തി പറയുമ്പോഴൊക്കെ അവർ ധാരാളമായി ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ ഒരു മനോഗതി നമ്മൾ ഉൾക്കൊള്ളണം. ചിലർക്കെങ്കിലും ഒക്കെ പുതിയ കാലത്തുള്ള ഒരു ചിന്തയാണ്, തിന്മകൾ ജീവിതത്തിൽ വന്നുപോയി, ഇനി ഒരുപാട് ഹറാമുകൾ കണ്ടു, ഒരുപാട് നിസ്കാരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്നൊരു ചിന്ത. അത് പൈശാചികമാണ്, പരിപൂർണമായും പൈശാചികമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെയും അവന്റെ തിന്മയുടെ ഭാരം കൊണ്ട് ഒഴിവാക്കി കളഞ്ഞിട്ടില്ല. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ഭൂമിയോളം പോകുന്ന തിന്മയുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വരുന്നു. ആ ഭൂമിയോളം വരുന്ന തിന്മയെ അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിച്ചുറപ്പിക്കാൻ നിങ്ങൾക്ക് നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ആ ഭൂമിയുടെ ഇരട്ടി വരുന്ന ഭാരത്തോളം അല്ലെങ്കിൽ വലിപ്പത്തോളം കാരുണ്യവുമായി നിങ്ങളെ കണ്ടുമുട്ടാൻ റഹ്മാനായ റബ്ബിന് ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ തിന്മകളുടെ ഇരുട്ടിൽ നമ്മളെ തളച്ചിടുക എന്നത് പിശാച് എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇനി നന്നായിട്ട് എന്താണ് കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ, ഇങ്ങനെ ഇത്ര വലിയ തിന്മ ജീവിതത്തിൽ സംഭവിച്ചു പോയി, നിനക്ക് ഇനി റബ്ബ് പുറത്തു തരുമോ എന്നൊക്കെയുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്നത് പൈശാചികമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് തിന്മയും പുറത്തു തരാൻ റഹ്മാനായ റബ്ബ് ഒരുക്കമാണ്. അവന്റെ കാരുണ്യത്തെ തൊട്ട് ഒരു നിരാശയും നമുക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല എന്നത് പുതിയ കാലത്ത് പ്രത്യേകിച്ചും അങ്ങനത്തെ ചില ചിന്തകൾ പിന്നെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില കൗമാരക്കാരായ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ ഒരു കുട്ടി, എറണാകുളത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതിന്റെ കാരണം അവൻ എഴുതി വെച്ചത്, ഞാൻ എൻ്റെ ഉമ്മക്കുപ്പൊക്കെ ഒരു നിലക്കും ഉപകാരം ഉണ്ടാക്കിയിട്ടില്ലാത്തൊരു കുട്ടിയാണ്, ഞാൻ എൻ്റെ ജീവിതം തന്നെ ഒരു വേസ്റ്റ് ആയിരുന്നു, ആർക്കും ഒരു ഉപകാരം ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് ഇനി ഞാൻ ജീവിക്കുന്ന പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന നിരാശയിലേക്ക് തള്ളിയിടുക. ഈ നിരാശ നമ്മളെ വന്ന് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും ഒന്നുകിൽ ജീവിതം അവസാനിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു മനസ്സ് മടുപ്പ് അനുഭവിക്കും, അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ നന്നായിട്ടൊന്നും കാര്യമില്ല, ഈ തിന്മയിൽ അങ്ങനെ തന്നെ ഉറച്ചു നിന്ന് പോവുക എന്ന വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് പിശാചെത്തിക്കും. അതുകൊണ്ട് ഏത് തിന്മയും അള്ളാഹു പുറത്തു തരും. ഒരു തിന്മയും റബ്ബ് പുറത്തു തരാത്തതായിട്ട് ഈ ഭൂമി ലോകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏത് തിന്മയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പാപമോചനത്തെ ചോദിച്ച് അതിൽ നിന്ന് മുക്തമായി വരാനുള്ളൊരു മനസ്സും നിശ്ചയദാർഢ്യവും നമ്മൾ കാണിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വേഗതയിൽ റബ്ബ് നമ്മിലേക്ക് അടുത്തു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാകേണ്ടത്. പരമാവധി തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ
നന്മയുടെ കൂട്ടിലേക്കും നന്മയുടെ സാഹചര്യത്തിലേക്കുമൊക്കെ ഇണചേർന്ന് നിൽക്കാൻ റഹ്മാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ പള്ളിയിൽ എടുക്കുന്ന ഒരു കലക്ഷൻ, അത് മദ്രസ അധ്യാപകരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കലക്ഷനാണ്. നമ്മുടെ നാട്ടിൽ നന്നായി ആത്മാർത്ഥതയോടുകൂടെ ഡെഡിക്കേറ്റഡായി അതിനുവേണ്ടി പണിയെടുക്കുമ്പോൾ തന്നെയും വളരെ തുച്ഛമായ ശമ്പളവും മറ്റുമൊക്കെ കിട്ടുന്ന ഒരു വിഭാഗമാണ് മദ്രസ അധ്യാപകർ. നമ്മുടെ കുട്ടികൾക്ക് ധാർമ്മിക പാഠം പകർന്നു കൊടുക്കുന്ന, വളരെ ചെറുപ്പത്തിൽ ആ ഒരു ധാർമ്മിക അന്തരീക്ഷം അവരിൽ മുളപൊട്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. പക്ഷെ സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് വളരെ ചെറിയ തുച്ഛമായ ഒരു ശമ്പളമായിരിക്കും അത്തരം ആളുകൾക്ക് കിട്ടുക. അപ്പൊ അവരുടെ ഒരു കുടുംബത്തിന് എല്ലാ നിലക്കുമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന, കഴിഞ്ഞ 1-2-3 വർഷങ്ങളായി നമ്മൾ ചെയ്തു വരുന്ന പദ്ധതിയാണ് കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ദീന് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വീട് വെച്ചു കൊടുക്കാനും അവരുടെ മക്കളുടെ പഠനങ്ങൾക്കും അവരുടെ രോഗ കാര്യങ്ങൾക്കും കടം വീട്ടുന്നതിനൊക്കെ വേണ്ടി വലിയ അളവിൽ അത് സഹായം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു മനുഷ്യനെ സഹായിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. പ്രത്യേകിച്ചും മദ്രസാധ്യാപകർ എന്ന് പറയുന്നത് ആ നിലക്ക് ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന വിഭാഗം ആളുകളാണ്. അവർക്കൊരു താങ്ങായി നിൽക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും അത് വലിയ കാര്യമായിരിക്കും. നമ്മുടെ കഴിവിന്റെ പരമാവധി സഹായങ്ങൾ നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ നിലക്കുമുള്ള പാപങ്ങൾ അവന്റെ ഫദ്ല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈമാനോടെ പരീക്ഷണങ്ങളെ നേരിടാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ. അള്ളാഹുവെ, പ്രവാചകന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതികൾ ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.